അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ് റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദത മിൻ ലിസാനി യഫ്ഖഹു ഖൗലി ബിസ്മില്ലാഹ്. ജുസ് എട്ടാമത്തെ ജുസ് 111 ആയത്തിലെ സൂറത്ത് അൻആമിലെ 111 ആയത്ത് മുതൽ ആറാഫിലെ 87 ആയത്ത് വരെയാണ് ജുസ് 8 വരുന്നത് അല്ലെ. അപ്പൊ അതില് 111 ആയത്ത് 109 ആയത്തിൽ അവര് അവിശ്വാസികൾ പറഞ്ഞിരുന്നു. എന്താ പറഞ്ഞത്? തങ്ങൾക്ക് വല്ല ദൃഷ്ടാന്തവും വന്ന് കിട്ടുകയാണെങ്കിൽ അവരതിൽ വിശ്വസിക്കുക തന്നെ ചെയ്യും. അത് അള്ളാഹിന്റെ പേരിൽ അവര് ആണയിട്ടുകൊണ്ട് പറയണം, അല്ലാഹി ഞങ്ങളത് വിശ്വസിക്കുന്നു. പക്ഷെ അത് അവർ വെറും നാവിലൂടെ മാത്രം പറയുന്നയാളെ അവരുടെ ഹൃദയത്തിൽ ഒരു തരി പോലും വിശ്വാസമില്ല. അത് റബ്ബിന് നന്നായിട്ട് അറിയാം. ഇപ്പൊ 111 ആയത്തില് അത് തന്നെയാണ് റബ്ബ് പറയുന്നത്. വലോ അന്നനാ നസ്സൽനാ ഇലൈഹിമുൽ മലായികത വകല്ലമഹുൽ മൗത. അതായത് അവരിലേക്ക് മലക്കുകളെ ഇറക്കിയാലും മരിച്ചവർ അവരോട് സംസാരിച്ചാലും ഫഹശർന അലൈഹിം കുല്ല ഷൈഇൻ ഖുബല അല്ലെ, അവരുടെ മുന്നിലേക്ക് സർവ്വ വസ്തുക്കളെയും കൂമ്പാരമായിട്ട് ഇട്ട് കൊടുത്താലും മാകാനു ലിയുമിനൂൻ അല്ലെ, അവരൊരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല. അത് റബ്ബിന് നന്നായിട്ട് അറിയാം. ഇത് വെറും വിവരക്കേടാണ് അവര് പറയുന്നത്. അവരുടെ നാവുകൊണ്ടും അവരങ്ങനെ പറയും, അവർ വിശ്വസിച്ചോളാം, ഇനി എന്തെങ്കിലും ഒരു ദൃഷ്ടാന്തം വന്നാൽ അവർ വിശ്വസിക്കുന്നൊക്കെ പറയും. പക്ഷെ ഹൃദയത്തില് ഒരു തരി പോലും വിശ്വാസമില്ലെന്ന് റബ്ബിന് നന്നായിട്ട് അറിയാം അല്ലെ. പിന്നെ അടുത്ത ആയത്തില് ഓരോ പ്രവാചകന്മാർക്കും അല്ലാഹു സുബ്ഹാനഹു തആല മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ഒരു പിശാചുക്കളെ റബ്ബ് ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് അല്ലെ. അല്ല ബിഇദ്നില്ല അല്ലെ, റബ്ബിന്റെ അറിവോട് കൂടിയാണ് റബ്ബ് അത് ചെയ്യുന്നത്. അപ്പം നല്ല സ്ട്രോങ് ആയിട്ട് ഈമാനുള്ളവർക്ക് അതിനെതിരെ ഫൈറ്റ് ചെയ്യണം അല്ലെ. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു ഹദീസിലുണ്ടല്ലോ, എനിക്കും റബ്ബ് ഏർപ്പെടുത്തി തന്നിട്ടുണ്ട്, പക്ഷെ എന്നിലെ പിശാച് എന്താ എന്നോട് അനുസരിക്കാനാണ് കൽപ്പിച്ചിട്ടുള്ളതെന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ അടുത്ത ഒരു വിഷയമായിട്ട് നമുക്ക് പറയാവുന്നത് ഇതാണ്, അറിവിനെ കുറിച്ച് പറയുന്നുണ്ട് അല്ലെ. അതായത് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പേരിലല്ലാതെ ഒരർത്ഥ മാംസം നമ്മളോട് കഴിക്കരുത് എന്ന് റബ്ബ് വിലക്കിയിട്ടുണ്ട് അല്ലെ. അല്ലെങ്കിൽ ഒരു മാംസം അനുവദനീയമാകണമെങ്കിൽ 3 കണ്ടീഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റത്തെ എന്താണ്? അത് അള്ളാഹുവിന്റെ നാമത്തിൽ തന്നെ ആയിരിക്കണം ആ ഒരു മൃഗത്തെ അറുത്തത് അല്ലെ. ആ ഒരു മാംസം റബ്ബിന്റെ പേരിൽ അറുത്തതായിരിക്കണം. അത് തന്നെയാണ് ഫസ്റ്റത്തെ കണ്ടീഷൻ. രണ്ടാമത് അത് അള്ളാഹു സുബ്ഹാനഹു തആല അനുവദിച്ച മൃഗങ്ങളുടെ മാംസമായിരിക്കണം അല്ലെ. അതായത് ഒരിക്കലും പന്നി മാംസം പാടില്ല അല്ലെ, നായയുടെ അല്ലെ, അത് റബ്ബ് വിലക്കിയിട്ടുള്ളതാണ്. അതേസമയത്ത് ആട്, പശു, ഒട്ടകം, കോഴി ഇതൊക്കെ റബ്ബ് അനുവദിച്ചതുമാണ് അല്ലെ. അപ്പം അതാണ് രണ്ടാമത്തെ കണ്ടീഷൻ. മൂന്നാമത്തെ കണ്ടീഷൻ എന്താ? അതിലെ രക്തം മൊത്തം മുഴുവനായിട്ട് പൂർണ്ണമായിട്ട് കളഞ്ഞിരിക്കണം. അപ്പൊ ഈ ഒരു 3 കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്യണം അല്ലെ. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ പേരിൽ അർത്ഥമായിരിക്കണം, പിന്നെ അല്ലാഹു സുബ്ഹാനഹു തആല അനുവദിച്ച മൃഗങ്ങളുടെ മാംസമായിരിക്കണം, അതിലെ രക്തമൊക്കെ പൂർണ്ണമായിട്ട് കളഞ്ഞിരിക്കണം. ഇനി പിശാചാണെങ്കിലോ നിങ്ങളെ വഴി തെറ്റിക്കാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അല്ലെ. അവന്റെ മിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ? അവനെ അനുസരിക്കുന്നവരാണ് അവന്റെ മിത്രങ്ങൾ അല്ലെ. അവർ വഴി നിങ്ങളോട് ഇങ്ങനെ ദുർബോധനം ചെയ്തുകൊണ്ടേയിരിക്കും. പക്ഷെ നിങ്ങളത് അനുസരിച്ച് പോകരുത്. ഇനി അഥവാ നിങ്ങൾ ആരെങ്കിലും അനുസരിച്ച് പോയാലോ, ആര് അവനെ അനുസരിച്ച് പോയോ അവൻ റബ്ബിൽ പങ്കു ചേർക്കുന്നവരായി പോകും അല്ലെ. ഇന്നക്കും ലമുശ്രികൂൻ എന്ന് പറയുന്നുണ്ട്. അതായത് അവനിൽ ആരെങ്കിലും അനുസരിച്ച് പോയാൽ, ഇത് കേട്ടിട്ട് ആരെങ്കിലും അനുസരിച്ച് പോയാൽ അവൻ തീർച്ചയായിട്ടും റബ്ബില് പങ്കു ചേർക്കുന്നവരിൽ പെട്ടുപോകും. പിന്നെ 125 ആയത്തില് അല്ലെ അല്ലാഹു സുബ്ഹാനഹു തആല പറയാണ്, അല്ലാഹു സുബ്ഹാനഹു തആല ആരെ നേർവഴിയിലേക്ക് നയിക്കാൻ ഉദ്ദേശിച്ചുവോ അവന്റെ ഹൃദയത്തെ ഇസ്ലാമിലേക്ക് അവൻ തുറന്നു കൊടുക്കുന്നതാണ് അല്ലെ. ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു തആല ഏതൊരാളെ നേർവഴിയിലേക്ക് നയിക്കാൻ ഉദ്ദേശിച്ചുവോ അവന്റെ ഹൃദയത്തിലേക്ക് ഇസ്ലാമിന്റെ ആ ഒരു വഴി തുറന്നു കൊടുക്കും. അവൻ ഏതൊരു നന്മ ചെയ്യാനും റബ്ബ് സഹായിച്ചു കൊടുക്കും അല്ലെ. ഓരോ നന്മ ഇങ്ങനെ തുടരെ ചെയ്യാൻ റബ്ബ് എളുപ്പമാക്കി കൊടുക്കും. അതേ സമയത്ത് റബ്ബ് ആരെങ്കിലും വലാലത്തിൽ അല്ലെ വഴികേട്ടിലാക്കാനും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവന്റെ ഹൃദയം ഇടുങ്ങിയതും ഞെരുക്കവുമാക്കി തീർക്കും. പിന്നെ അവിടേക്കൊരു നന്മയും കടന്നു ചെല്ലില്ല അല്ലെ. വീണ്ടും ഈ പറഞ്ഞ പോലെ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ട് തിന്മ ചെയ്യാനുള്ള ഒരു പ്രേരണ അവന് എപ്പോഴും ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം അത് കഴിഞ്ഞിട്ടുള്ള ഒരു അടുത്ത മെയിൻ വിഷയമായിട്ട് വരുന്നതാണ് അങ്ങനെയെല്ലാം
ചെയ്ത് റബ്ബിന്റെ മാർഗത്തില് ഉറച്ചു നിൽക്കുന്ന വിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല വാഗ്ദാനം ചെയ്യുന്നുണ്ട് അല്ലെ. 127 ആയത്തിൽ എന്താണ് അവർക്ക് വാഗ്ദാനം ചെയ്യുന്നത്? ദാറുസ്സലാം അല്ലെ, അവർക്ക് അവിടെ രക്ഷിതാവിന്റെ അടുക്കൽ സമാധാനത്തിന്റെ ഭവനമുണ്ട്. ലഹും ദാറുസ്സലാം ഇൻദ റബ്ബിഹിം വഹുവ വലിയുഹും. അവിടെ അവർക്ക് ആരായിരിക്കും രക്ഷാധികാരിയായിട്ട് ഉണ്ടാവുക? അത് റബ്ബ് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ അല്ലെ. പിന്നെ അവരവിടെ നിത്യവാസികളായിരിക്കും. അതേ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തങ്ങളെ അവിശ്വസിച്ചവർക്കും പിന്നെ അതേപോലെ പിശാചിനെ പിൻപറ്റിയവർക്കും അല്ലെ, അവർക്ക് എന്താണ്? അവിശ്വാസികൾക്കും അവരുടെ കൂട്ടാളികൾക്കുമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നരകവും ഒരുക്കി വെച്ചിട്ടുണ്ട്. അവിടെ അവര് എന്ത് ചെയ്യും? നിത്യവാസികളായിരിക്കും അല്ലെ അതില്. പിന്നെ അടുത്ത വിഷയമായിട്ട് വരുന്നത് അവരിലെ അന്ധവിശ്വാസങ്ങളെ റബ്ബ് എടുത്തു പറയുന്നുണ്ട്. 136 ആയത്ത് മുതൽ നമുക്ക് കാണാം. എന്താ അവിടെ പറയുന്നത്? റബ്ബ് ഉൽപ്പാദിച്ചു തരുന്ന കൊടുത്ത വസ്തുക്കളിൽ തന്നെ അല്ലെങ്കിൽ അതിന്റെ എല്ലാം സൃഷ്ടാവും നിയന്താവും ആരാണ്? റബ്ബ് തന്നെയാണ് അല്ലെ. അതായത് കൃഷിയാവട്ടെ കന്നുകാലികളാവട്ടെ അതിലെല്ലാം റബ്ബിനൊരു ഓഹരി അവർ നിശ്ചയിച്ചു കൊടുക്കും. ഒരു ഓഹരി റബ്ബിനും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്കും, അതുപോലെ വേറൊരു ഓഹരി ആർക്കാണ്? അവരുടെ ദൈവങ്ങൾക്ക് അല്ലെങ്കിൽ അവരുടെ വിഗ്രഹങ്ങൾക്ക് അല്ലെ. അവരുടെ ദൈവങ്ങൾക്കും അവരൊരു ഓഹരി കൊടുക്കും. അതേപോലെ റബ്ബിനൊരു ഓഹരി. ഇതിനെല്ലാം സൃഷ്ടാവ് ആരാണ് അല്ലെ? ഇതിനെല്ലാം സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ഒക്കെ ചെയ്യുന്ന റബ്ബാണ്. എന്നിട്ടും റബ്ബിന് അവരൊരു ഓഹരി നിശ്ചയിച്ചു കൊടുക്കുകയാണ് അല്ലെ. അപ്പൊ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കൃഷിസ്ഥലമാണെങ്കിൽ ഒരു ഭാഗം അള്ളാഹിന്റെ പേരിൽ അവർ മാറ്റിവെക്കും. അതേപോലെ വേറൊരു ഭാഗം അവരുടെ ദൈവങ്ങളുടെ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നുള്ള ഓഹരി എന്താ ചെയ്യാം? അതിന്റെ ലാഭം സാധുക്കൾക്ക് ചിലപ്പോൾ ധർമ്മമായിട്ട് കൊടുക്കും. അതേ സമയത്ത് അവരുടെ ദൈവങ്ങൾക്കായിട്ട് അവർ മാറ്റിവെച്ചല്ലോ ഒരു ഭാഗം, അതിൽ നിന്ന് ലഭിക്കുന്ന ഓഹരി അവയുടെ പേരിൽ തന്നെയുള്ള നേർച്ച, ബലി, പൂജ മുതലായവയ്ക്ക് ഉപയോഗിക്കും. പിന്നെ ഇന്ന് നമുക്കത് കാണാം അല്ലെ. ഇന്നും ഇത് നമ്മൾ ഇക്കാലഘട്ടത്തിലും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യങ്ങൾ തന്നെയല്ലേ ഈ പറയുന്നത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് അല്ലെ. ഈ ഇതിന്റെയൊക്കെ ഈ ലാഭം ആർക്കാ പോവുക? അവരുടെ ദൈവങ്ങൾക്കായിട്ട് മാറ്റിവെക്കുന്നതിന്റെ ഒക്കെ ഓഹരി അവരിലെ പുരോഹിതന്മാർക്കാണ് ഇതിന്റെ ഒരു വിഹിതം പോകുന്നത് അല്ലെ. ഇതെല്ലാം പുരോഹിതന്മാർക്കാണ് ലാസ്റ്റ് എത്തിച്ചേരുക. അപ്പം റബ്ബ് ഉൽപ്പാദിപ്പിച്ചു കൊടുത്ത ഉൽപ്പന്നങ്ങൾ റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ അല്ലെങ്കിൽ അവന്റെ അനുഗ്രഹം എന്ന നിലയ്ക്ക് സ്വന്തം ഉപയോഗിക്കാതെ അവരെന്താ ചെയ്യണത്? ഇങ്ങനെയൊക്കെ ഓരോ കാര്യങ്ങൾ ചെയ്യാണല്ലേ. അള്ളാഹു സുബ്ഹാനഹു വ തആല അത് രൂക്ഷമായിട്ട് വിമർശിക്കുന്നത് തെറ്റാന്നുള്ള രീതിയിൽ. പിന്നെ അത് മാത്രമല്ല, അവരുടെ ദൈവങ്ങൾക്കായിട്ട് മാറ്റിവെച്ച ഓഹരി ഉണ്ടല്ലോ, അത് നല്ല രീതിയിൽ അവർ ശുശ്രൂഷിച്ചു പോരും. ഒരു കളയൊക്കെ വരാതെ അല്ലെ, ബാക്കി ഇങ്ങനെ ഓരോ കീടങ്ങൾ വരാതെ അല്ലെങ്കിൽ ഒന്നും കഴിക്കാൻ നല്ല രീതിയിൽ അവരത് പരിപാലിച്ചു കൊണ്ടുപോരും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് മാറ്റിവെച്ച ഓഹരി അവരതിനെ നോക്കുക പോലും ഇല്ല. ഇനി അത് മാത്രമല്ല, എന്തെങ്കിലും കാരണം കൊണ്ട്, കാറ്റു മുതലായ എന്തെങ്കിലും കാരണം കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാറ്റിവെച്ച ഓഹരിയിൽ നിന്ന് എന്തെങ്കിലും ഒരു കായോ കനിയോ എന്തോ അവരുടെ ദൈവങ്ങൾക്കായിട്ട് മാറ്റിവെച്ച ഓഹരിയിലേക്ക് വീണു പോയാൽ അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് വീണു പോയാൽ അവരത് അവരുടെ ദൈവങ്ങൾക്കായിട്ട് എടുക്കും. അതേ സമയത്ത് അവരുടെ ദൈവങ്ങൾക്കായിട്ട് മാറ്റിവെച്ചല്ലോ ആ ഒരു ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഈ ഒരു ഭാഗത്തേക്ക്, അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അവർ നിശ്ചയിച്ചിട്ടുള്ള ഭാഗത്തേക്ക് വന്ന് വീഴുകയാണെങ്കിൽ അത് അവര് എടുക്കുകയും ചെയ്യും. അങ്ങനെയൊക്കെയായിരുന്നു അവര് ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ ക്ഷാമം അവിടെയും കഴിഞ്ഞില്ല. ക്ഷാമം മുതലായിട്ട് എന്തെങ്കിലും നേരിട്ടാലും എന്താ ചെയ്യാ? അള്ളാഹിന് മാറ്റിവെച്ച ഭാഗത്തു നിന്നുള്ള ഓഹരി അതിനായിട്ട് എടുക്കും. അതേ സമയത്ത് അവരുടെ ദൈവങ്ങൾക്കായിട്ട് മാറ്റിവെച്ച സ്ഥലം ഉണ്ടല്ലോ, അതിൽ നിന്നുള്ള ഓഹരി ഒരിക്കലും അവരെടുക്കൂല. കാരണം അവരുടെ ദൈവം കോപിച്ചാലോ. അതാണ് അവരുടെ റീസൺ. അതേപോലെ തന്നെ പോലെയാണ് കന്നുകാലികൾക്കും അവര് നിശ്ചയിച്ചത്. ഇതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ഒരു ജുസുവിൽ പറഞ്ഞിരുന്നു അല്ലെ. 7ാമത്തെ ജുസുവിൽ പറഞ്ഞിരുന്നു ബഹീറ, ഹാമ, സായിബ, പിന്നെ വസീല എന്നീ മൃഗങ്ങളെ അവരുടെ ദൈവങ്ങൾക്കായിട്ട് നേർച്ചയായിട്ട് കൊടുക്കും അല്ലെ. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ആ കന്നുകാലികളുടെ പാൽ ഉപയോഗിക്കാൻ പാടില്ല. പിന്നെ അവയെ വാഹനമായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. ഒന്നും അവര് റെസ്ട്രിക്ഷൻ വെക്കൂലെ, ഇന്ന ഇതൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയും. പക്ഷെ അവർ ഉദ്ദേശിച്ചവർക്ക് എടുക്കാം. അതായത് പൂജാരിക്കോ പുരോഹിതന്മാർക്കോ ഒക്കെ എടുക്കാം, അതിന്റെ പാൽ ഉപയോഗിക്കാം. പക്ഷെ ബാക്കി ആർക്കും ഉപയോഗിക്കാൻ പാടില്ല. അങ്ങനെയൊക്കെയായിരുന്നു അവരിലുണ്ടായിരുന്ന കുറച്ച് അന്ധവിശ്വാസങ്ങളും അവരുടെ ദുഷിഷ്ട സമ്പ്രദായങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്തു കാണിക്കുകയാണ്. ഇനി 143 ആയത്തില് അതുപോലെ അതിനു മുമ്പ് ഒരു ഇതും കൂടി പറയുന്നുണ്ട്. അതായത് ബലി നൽകുന്നത് അല്ലെ, സന്താനങ്ങളെ കൊല്ലുന്നതിന്റെ വിഷയം റബ്ബ് പറയുന്നുണ്ട്. അതായത് പെൺകുഞ്ഞാണ് ഉണ്ടാവുന്നെങ്കിൽ നമുക്കറിയില്ല 3
റീസൺസ് ഉണ്ട്. ഒന്നെങ്കിൽ അവരുടെ ദാരിദ്ര്യം മൂലം, അല്ലെങ്കിൽ അവർക്ക് അപമാനം മൂലം, അതും അല്ലെങ്കിൽ ഈ ദൈവങ്ങളുടെ മേലെ അവര് ബലി കൊടുക്കും. പെൺകുഞ്ഞുങ്ങളെ മാത്രമല്ല ബലി നൽകുന്നതിൽ നമുക്കറിയാം അല്ലെ, അത് ഒന്നെങ്കിൽ പിശാചുകളുടെ ദുർബോധനം കൊണ്ട്, അല്ലെങ്കിൽ അവരുടെ പുരോഹിതന്മാരോരോ കാര്യങ്ങൾ പ്രശ്നം വെച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം അത് ഈ കാലഘട്ടത്തിലും അത് നടക്കുന്നുണ്ട് അല്ലെ. ഏതെങ്കിലും മന്ത്രവാദി അത് പറഞ്ഞു, ഈ ഒരു പ്രശ്നത്തിന്റെ ഒരു പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഇതാണ് കണ്ടത്, അപ്പൊ നിങ്ങൾ ബലി കൊടുക്കണം, നരബലി കൊടുക്കണം എന്ന് പറയുമ്പോൾ ഇപ്പോഴും അത് ചെയ്തു പോരുന്നുണ്ട് അല്ലെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ അത് ഈ കാലഘട്ടത്തും നടക്കുന്നുണ്ട് എന്നും കൂടി പറയാണ്. പിന്നെ 143 ആയത്തിലാണ് എന്താ അല്ലാഹു സുബ്ഹാനഹു വ തആല കാലികളെ ആകെ 8 ഇനമാക്കി തിരിച്ചെന്ന് പറയുന്നുണ്ടല്ലോ. അത് 143. നമുക്കറിയാം സൂറത്ത് അൻആം എന്ന് പറയുമ്പോൾ കാലികൾ തന്നെയാണ് അതിന്റെ അർത്ഥം അല്ലെ. കാലികൾ ആകെ 8 ഇനം: ചെമ്മരിയാട്, കോലാട്, ഒട്ടകം, മാട്. ഇവയിലെ ആണും പെണ്ണും അല്ലെ, ആണും പെണ്ണും കൂടി 8 വർഗങ്ങൾ അല്ലെ. ചെമ്മരിയാട്, കോലാട്, ഒട്ടകം, മാട്. പിന്നെ ഇനി 151 ആയത്തിലേക്ക് നോക്കുക. അവിടെ കുറച്ച് നിർദ്ദേശങ്ങൾ പ്രവാചകനോട് പറയുന്നുണ്ട് അല്ലെ. 151 ആയത്താണ്. അവിടെ എന്താ പറയുന്നത്? നബിയെ പറയുക, നിങ്ങളുടെ രക്ഷിതാവ് നിങ്ങളുടെ മേൽ നിഷിദ്ധമാക്കിയത് എന്തൊക്കെയാന്ന് ഞാൻ പറഞ്ഞു തരാം. അവനോട് യാതൊന്നിനെ നിങ്ങൾ പങ്കു ചേർക്കരുത്. ആദ്യത്തെ വിഷയം അത് തന്നെ അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് യാതൊന്നിനെയും പങ്കു ചേർക്കരുത്. രണ്ടാമത്തെ വിഷയം റബ്ബിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയൊക്കെ റബ്ബിനെ പറഞ്ഞു അതിന് ശേഷം തൊട്ട് പറയുന്നത് എന്താ? മാതാപിതാക്കളോട് നിങ്ങൾ നന്മ ചെയ്യണം അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് ആരെയും പങ്കു ചേർക്കാൻ പാടില്ല. മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. ദാരിദ്ര്യം കാരണമായി സ്വന്തം മക്കളെ നിങ്ങൾ കൊന്നു കളയരുത്. ഞാൻ പറഞ്ഞു മക്കളെ കൊന്നു കളയുന്നതിന്റെ പ്രധാനമായിട്ട് 3 കാര്യങ്ങളായിരുന്നു. ഒന്നുകിൽ ദാരിദ്ര്യം മൂലം, അല്ലെങ്കിൽ അപമാനം മൂലം പെൺമക്കളെ കൊല്ലുന്നു, മൂന്നാമത് ബലി അല്ലെ, ഇങ്ങനെ അവരുടെ ദൈവങ്ങൾക്കായിട്ട് ബലി കൊടുക്കുന്നു. അപ്പൊ ഇവിടെ പറയുന്നത് ദാരിദ്ര്യം കാരണമായിട്ട് സ്വന്തം മക്കളെ നിങ്ങൾ കൊന്നു കളയരുത്. പിന്നെ നാമാണ് നിങ്ങൾക്കും അവർക്കും ആഹാരം തരുന്നത് അല്ലെ. നമുക്ക് കഴിക്കാൻ ആഹാരമില്ല, അല്ലെങ്കിൽ പൈസ ഇല്ല എന്ന് കരുതിയിട്ട് നിങ്ങൾ നിങ്ങളുടെ സന്താനങ്ങളെ കൊന്നു കളയരുത്. കാരണം നാമാണ് നിങ്ങൾക്കും അവർക്കും ആഹാരം തരുന്നത്. പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള നീചവൃത്തികളെ നിങ്ങൾ സമീപിച്ചു പോകരുത്. നമുക്കറിയാം അല്ലെ, പ്രത്യക്ഷവും പരോക്ഷവുമായിട്ടുള്ള നീചവൃത്തികൾ എന്ന് പറഞ്ഞാൽ എന്താ? പ്രത്യക്ഷമായിട്ടുള്ള പാപം നമുക്കറിയാം, അത് ജനങ്ങൾ കാണുക ചെയ്യുന്നതാണ് അല്ലെ. അവരുടെ കൈകൾ കൊണ്ടാവട്ടെ, നാവ് കൊണ്ടാവട്ടെ, പിന്നെ പണം അല്ലെ, ഏതൊരു വിഷയം ആളുകൾ കാണുന്ന രീതിയിൽ ചെയ്യുന്നതാണ് പ്രത്യക്ഷമായിട്ടുള്ള പാപങ്ങൾ. അതേസമയത്ത് പരോക്ഷമായിട്ടുള്ള പാപങ്ങളോ, അവന് ഒറ്റയ്ക്കാവുമ്പോൾ അല്ലെ, അവനും അവന്റെ റബ്ബും തനിച്ചാകുന്ന സമയത്ത് അവന്റെ ഹൃദയം ചെയ്യുന്ന പാപമാണ് അല്ലെ ഈ പരോക്ഷമായിട്ടുള്ള നീചവൃത്തികൾ. ഇത് രണ്ടിനെയും നിങ്ങൾ സമീപിച്ചു പോകരുതെന്ന് റബ്ബ് കൽപ്പിക്കുന്നുണ്ട്. പിന്നെ പറയുന്ന വിഷയം അന്യായമായിട്ട് ഒരു ജീവനെ നിങ്ങൾ കൊന്നു കളയരുത്. അതും അല്ലാഹു സുബ്ഹാനഹു വ തആല എടുത്ത് പറയുന്നുണ്ട്. പിന്നെ 152 ആയത്തിന് ഇതിന് തുടർച്ചയായിട്ട് പറയുന്നത് എന്താ? അനാഥയുടെ സ്വത്തിനെ നിങ്ങൾ എന്താ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്യണം അല്ലെ. ഒരിക്കലും അനാഥയുടെ സ്വത്ത് നിങ്ങൾ അന്യായമായിട്ട് തിന്നരുത്. അതുപോലെ അത് നല്ല രീതിയിൽ, അപ്പൊ അവർക്കൊരു കാര്യപ്രാപ്തി എത്തുന്നത് വരെ നിങ്ങൾ ചിലപ്പം അത് ഏറ്റെടുക്കേണ്ടി വരും. പക്ഷെ അതിനുശേഷം എന്ത് ചെയ്യണം? നല്ല രീതിയിൽ തന്നെ അവർക്ക് തിരിച്ചു നൽകണം അല്ലെ. അതുപോലെ അളവും തൂക്കും നല്ല തികച്ചു കൊടുക്കണം. നീതിപൂർവമായിരിക്കണം നിങ്ങൾ അളക്കുന്നതും അതുപോലെ തൂക്കുന്നതും. പിന്നെ അടുത്ത വിഷയമായിട്ട് പറയുന്നത്, നിങ്ങൾ സംസാരിക്കുകയാണെങ്കിൽ നീതി പാലിക്കുക അല്ലെ. നല്ല രീതിയിൽ നല്ല സംസാരം സംസാരിക്കുക അല്ലെ. നീതിപൂർവ്വം നിങ്ങൾ സംസാരിക്കണം. പിന്നെ അള്ളാഹുവോടുള്ള കരാർ നിങ്ങൾ നിറവേറ്റുക. ഇതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല 151, 152 ആയത്തിലായിട്ട് നമ്മളോട് പറയുന്ന കുറച്ച് കൽപ്പനകളാണ് അല്ലെ. പിന്നെ തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട് അല്ലെ, നമ്മളെ പറയുക, തീർച്ചയായും എന്റെ രക്ഷിതാവ് എന്നെ നേരായ പാതയിലേക്ക് നയിച്ചിരിക്കുന്നു. 161 ആയത്ത്. അത് അവിടെ സ്വർഗത്തിലുള്ള ആളുകൾ അല്ലെ. തീർച്ചയായും എന്റെ രക്ഷിതാവ് എന്നെ നേരായ പാതയിലേക്ക് നയിച്ചിരിക്കുന്നു, വക്രതയില്ലാത്ത മതത്തിലേക്ക്, നേർമാർഗത്തിൽ നിലകൊണ്ട്. അല്ല, ഇത് നമ്മൾ ആ വചനത്തിന്റെ ബാക്കിയായിട്ട് പറയുന്നുണ്ടല്ലോ അല്ലെ. പിന്നെ
ഇന്ന സ്വലാത്തി വനസുക്കി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. അതായത് തീർച്ചയായും എന്റെ നമസ്കാരം, എന്റെ ബലികർമ്മം, എന്റെ ജീവിതം, എന്റെ മരണം എല്ലാം ലോകരക്ഷിതാവായിട്ട് അള്ളാഹുനാകുന്നു. അവന് പങ്കുകാരേ ഇല്ല. അപ്രകാരമാണ് ഞാൻ കൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ലാ ശരീക ലഹു വബിദാലിക ഉമിർതു വഅന മിനൽ മുസ്ലിമീൻ. കീഴ്പ്പെടുന്നവൽ ഞാൻ ഒന്നാമനാണ്. അത്രയൊക്കെയാണ് നമ്മള് സൂറത്തുൽ അൻആമിന്റെ പ്രധാനപ്പെട്ട വിഷയമായിട്ട് വരുന്നത്. 8ാമത്തെ ജുസുവില്. ഇനി അടുത്ത സൂറത്ത് ആറാഫ് അല്ലെ, ഉന്നത സ്ഥാനങ്ങൾ. പിന്നെ അതില് തുടക്കത്തിൽ തന്നെ പറയുന്ന വിഷയം എന്താണ്? 3 തരം സൃഷ്ടിപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. 3 തരം സൃഷ്ടിപ്പ്. അത് ഏതൊക്കെയാണ്? ഒന്ന് മലക്കുകൾ അല്ലെ. മലക്കുകളുടെ സൃഷ്ടിപ്പ് എന്താണ്? അവര് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കാൻ മാത്രമേ അവർക്ക് അറിയൂ. നിങ്ങൾ ആദം നബി അലൈഹിസ്സലാമിന് സുജൂദ് ചെയ്യുന്ന പറയുമ്പോൾ അവർ വേറെ ഒന്നും എതിർത്ത് പറഞ്ഞില്ല അല്ലെ. അപ്പൊ തന്നെ അവരത് അനുസരിച്ചു. അതേസമയത്ത് അതിന് നേരെ വിപരീതമായ സൃഷ്ടിപ്പായ ഇബ്ലീസ് അല്ലെ. ഇബ്ലീസ് എന്താ ചെയ്തത്? കംപ്ലീറ്റ് ആയിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ നിഷേധിച്ചു അല്ലെ. അല്ലെങ്കിൽ അവിശ്വാസ്യത മൊത്തത്തില് അവര് നിഷേധ സ്വഭാവമാണ് കാണിച്ചത്. കാരണം എന്താ? ഞാനാണ് ഈ ആദം അലൈഹിസ്സലാം അല്ലെ, ആദമിനേക്കാൾ ഞാനാണ് ഉത്തമനായിട്ടുള്ളത്. ഞാന് തീ കൊണ്ടും അവൻ വെറും കേവലം കളിമണ്ണ് കൊണ്ടുമാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അവന്റെ മുന്നിൽ സുജൂദ് ചെയ്യില്ല എന്ന് പറഞ്ഞു അല്ലെ. പിന്നെ ആദം അലൈഹിസ്സലാം അല്ലെങ്കിൽ ഹവ്വാ ബീവി രണ്ടുപേരും അതും വേറെ തരം സൃഷ്ടിപ്പായിരുന്നു അല്ലെ. അവർക്ക് എന്താ? അവർക്ക് ഫ്രീ വില്ല് ഉണ്ടായിരുന്നു അല്ലെ, ചോയ്സ് ഉണ്ടായിരുന്നു. അപ്പം ഇവിടെ ഇബ്ലീസിന്റെ കുറെ പ്രതിജ്ഞകൾ നമുക്ക് കാണാം അല്ലെ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പറയുന്നുണ്ട്, മനുഷ്യൻ തീർച്ചയായും നീ എന്നെ വഴി പിടിപ്പിച്ചതിനാൽ നിന്റെ നേരായ പാതയിൽ മനുഷ്യൻ പ്രവേശിക്കുന്നത് തടയാൻ ഞാൻ കാത്തിരിക്കും അല്ലെ. അതായത് ലോക അവസാനം വരെ ഞാൻ എന്ത് ചെയ്യും? നിന്റെ അടിമകളെ വഴി പിഴപ്പിച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് പറയുന്നുണ്ട് 17ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, മിൻ ബൈനി ഐദീഹിം വ മിൻ ഖൽഫിഹിം വ അൻ ഐമാനിഹിം വ അൻ ശിമാലിഹിം അല്ലെ. അതായത് അവരുടെ മുന്നിലൂടെയും അവരുടെ പിന്നിലൂടെയും അവരുടെ വലതുഭാഗങ്ങളുടെയും അവരുടെ ഇടതുഭാഗങ്ങളുടെയും എല്ലാം ഞാൻ എന്ത് ചെയ്യും? എല്ലാ ചുറ്റും അല്ലെ, വലത്തു നിന്നും ഇടത്തു നിന്നും മുന്നിൽ നിന്നും ബാക്കിൽ നിന്നും എല്ലാം എന്ത് ചെയ്യും? അവരെ ഞാൻ വഴിപിടിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അപ്പം അത് ഇതാണ് അല്ലെ, വെല്ലുവിളിക്കാണ് ഇബ്ലീസ് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട്. അപ്പൊ റബ്ബ് അവധി കൊടുക്കുക അല്ലെ ഇബ്ലീസിന്. അത് ആയിക്കോട്ടെ, സമ്മതിച്ചു കൊടുക്കാണ്. ലോകാവസാനം വരെ ഞാനത്, പക്ഷെ എന്റെ നല്ല അടിയാമ നിന്നെ അനുസരിക്കില്ല എന്നും കൂടി പറയുന്നുണ്ട് അല്ലെ. പിന്നെ ഇനി ആദം നബി അലൈഹി സ്വലാമിനോട് എങ്ങനെയാണ് പിശാച് ദുർബോധനം നടത്തുന്നതെന്ന് പറയുന്നുണ്ട് 19ാമത്തെ ആയത്തില്. 19 20ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഇബ്ലീസ് അവരെ വഴിതെറ്റിച്ചെന്നുള്ളത്. ആദം അലൈഹി സ്വലാമിനോടും ഹവ്വാബിയോടും ഇബ്ലീസ് പറയാണ്, നിങ്ങളെ എന്തുകൊണ്ടാണ് ഈ വൃക്ഷത്തിൽ നിന്ന് റബ്ബ് കഴിക്കേണ്ടെന്ന് പറഞ്ഞതെന്നറിയോ? കാരണം നിങ്ങളത് കഴിച്ചു പോയാൽ ചിലപ്പോൾ നിങ്ങൾ മലക്കുകളായി പോകും, അല്ലെങ്കിൽ ഇവിടെ നിത്യവാസികളായിട്ട് നിങ്ങൾക്ക് തുടരാൻ പറ്റും, നിത്യവാസികളായിട്ട് ഇവിടെ നിൽക്കാം. അത് ഈ കാരണം കൊണ്ടൊക്കെയാണ് റബ്ബ് നിങ്ങളോടത് വിലക്കിയിട്ടുള്ളത്. ഈ വൃക്ഷത്തിന്റെ പഴം നിങ്ങളോട് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. തീർച്ചയായും ഞാൻ നിങ്ങളുടെ ഇരുവരുടെയും ഗുണകാംക്ഷികളിൽ പെട്ടതാണ്. അതാണ് ഇബ്ലീസ് പറയുന്നത്. അവരോട് പറയാണ്, ഞാൻ നിങ്ങളുടെ ഗുണകാംക്ഷികളാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്, അല്ലാതെ വേറെ ഒന്നും കൊണ്ടല്ലാന്ന്. അപ്പം സ്വാഭാവികമായിട്ടും മനുഷ്യന്മാരാണ് അല്ലെ, മനുഷ്യന്മാർക്ക് തെറ്റുപറ്റിപ്പോവും. അവര് ഇബ്ലീസിന്റെ ഒരു ഇബ്ലീസ് പറഞ്ഞത് അനുസരിച്ച് പോയില്ലേ അവര്. ആദം നബി അലൈഹി സ്വലാമും ഹവ്വാബി അവരെന്ത് ചെയ്തു? ഇരുവരും ആ വൃക്ഷത്തിൽ നിന്ന് രുചി നോക്കിയതോടെ അവരുടെ ഗോപ്യസ്ഥാനങ്ങൾ വെളിപ്പെട്ടു പോയി അല്ലെ. അതായത് അവർക്ക് അവരുടെ ഗോപ്യസ്ഥാനങ്ങൾ അവിടെ വെളിപ്പെട്ടു പോയി. എന്നിട്ട് അവർക്ക് മനസ്സിലായില്ലേ അവര് തെറ്റ് ചെയ്തെന്ന്. അപ്പൊ ഇവിടെ ഇബ്ലീസിന്റെ എന്താ? ഇബ്ലീസ് അള്ളാഹു സുബ്ഹാനഹു വ തആല അനുസരിച്ചില്ല, സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോ അനുസരിച്ചില്ല. പക്ഷെ ഒരിക്കലും ഇബ്ലീസ് എന്ത് ചെയ്തു? തെറ്റാണ് ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ട് റബ്ബിനോട് പാപമോചനം അല്ലെ ആവശ്യപ്പെട്ടില്ല. പക്ഷെ ഇവര് തെറ്റ് ചെയ്തു പോയി. ആദം നബി അലൈഹി സ്വലാം ആവട്ടെ ഹവ്വാബിയും ആവട്ടെ രണ്ടുപേരും തെറ്റ് ചെയ്തു പോയി. പക്ഷെ അവരെന്താ ഉടനെ റബ്ബിനോട് പാപമോചനം അല്ലെ, ഞങ്ങൾക്ക് പുറത്തു തരണേ, ഞങ്ങൾ തന്നെ സ്വയം വരുത്തിയ തെറ്റാണ്, റബ്ബെ ഞങ്ങൾക്ക് പുറത്തു തരണേ, ഉടനടി അവര് പശ്ചാത്തപിക്കുന്നുണ്ട് അല്ലെ. അതാണ് ഇവർ തമ്മിലുള്ള ഡിഫറൻസ് അല്ലെ. അതായത് ഇബ്ലീസ് അവിടെ പശ്ചാത്തപിക്കുന്നില്ല, പക്ഷെ രണ്ടുപേരും തെറ്റ് ചെയ്തു. പക്ഷെ ആദം നബി അലൈഹി സ്വലാം ഉടനെ പശ്ചാത്തപിക്കുന്നുണ്ട് അല്ലെ. 23ാമത്തെ ആയത്ത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ദുആ അല്ലെ, റബ്ബന വലംന അൻഫുസന വഇല്ല
ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അവർ രണ്ടുപേരും പറഞ്ഞു, എന്താ പറഞ്ഞത്? ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങൾ ഞങ്ങളോട് തന്നെ അക്രമം ചെയ്തിരിക്കുന്നു. നീ ഞങ്ങൾക്ക് പുറത്തു തരികയും കരുണ കാണിക്കുകയും ചെയ്തില്ലെങ്കിൽ തീർച്ചയായും റബ്ബെ ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടു, അല്ലെ, നഷ്ടം പറ്റിയവരുടെ കൂട്ടത്തിലാവും. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല ബാക്കി കഥകൾ നമുക്കറിയാം, അല്ലെ. റബ്ബ് ഇരുവരോടും നിങ്ങൾ ഭൂമിയിലേക്ക് പോയിക്കൊള്ളുക, ഒരു നിശ്ചിത അവധി വരെ, അല്ലെ, നിങ്ങൾ അവിടെ കഴിയണം. നിങ്ങളിൽ ചിലർക്ക് ശത്രുക്കളായിട്ടുണ്ടാവും. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ മാർഗം അത് യഥാർത്ഥ വണ്ണം നിങ്ങൾ പിൻപറ്റണം. അങ്ങനെയുള്ളവർക്ക് ഒരിക്കലും ഭയപ്പെടില്ല, ലാ ഖൗഫുൻ വലാ ഹും യഹ്സനൂൻ, അല്ലെ, അവർ ഒരിക്കലും ദുഃഖിക്കേണ്ടിയും വരില്ല, അതേപോലെ വ്യസനിക്കേണ്ടിയും വരില്ല എന്ന് അവരോട് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ 26-ാമത്തെ ആയത്തില് അള്ളാഹു സുബ്ഹാനഹു വതആല വസ്ത്രങ്ങളുടെ കാര്യം, അല്ലെ, ഗോപിസ്ഥാനങ്ങൾ മറയ്ക്കാൻ ഒതുങ്ങുന്ന വസ്ത്രം അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിരിക്കുന്നു. അവിടെ പറഞ്ഞിട്ടുള്ളൊരു വിഷയമുണ്ട്, അല്ലെ, വലിബാസു തഖ്വാ ദാലിക ഖൈർ, അതില് ധർമ്മനിഷ്ഠയാകുന്ന വസ്ത്രമാകട്ടെ അതാണ് കൂടുതൽ ഉത്തമം. അപ്പൊ അവിടെ ഗോപിസ്ഥാനങ്ങൾ മറയ്ക്കാൻ റബ്ബ് വസ്ത്രം നൽകിയതായിട്ട് പറയുന്നുണ്ട്, അല്ലെ. പക്ഷെ അതിൽ ഏറ്റവും ധർമ്മനിഷ്ഠയാകുന്ന വസ്ത്രമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ളതും കൂടി റബ്ബ് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വതആല ഇവരോട് വാൺ ചെയ്യുന്നുണ്ട്, അല്ലെ, നിങ്ങളെ ആദം സന്തതികളോടായിട്ട് റബ്ബ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. 26, 27, 31, 35 ആയത്തുകൾ നമുക്ക് കാണാം. പിന്നെ ഇവിടെ എന്താ പറയുന്നത്? നിങ്ങളുടെ മാതാപിതാക്കളെ, അല്ലെ, ആദം സന്തതികളെ, നിങ്ങളുടെ മാതാപിതാക്കളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കിയ പോലെ പിശാച് നിങ്ങളെ കുഴപ്പത്തിലാകാതിരിക്കട്ടെ. അവർ ഇരുവരുടെയും ഗോപ്യസ്ഥാനങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കുവാനായി അവൻ അവരിൽ നിന്ന് അവരുടെ വസ്ത്രം എടുത്തു നീക്കുകയായിരുന്നു. തീർച്ചയായും അവനും അവന്റെ വർഗ്ഗക്കാരും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കും, പക്ഷെ നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റില്ല, അല്ലെ, നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റില്ല, പക്ഷെ അവരെപ്പോഴും നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കും. അപ്പൊ ആര് പിശാചിനെ വിശ്വസിക്കാത്തവർക്ക്, അല്ലെ, പിശാചുക്കളെ നാം മിത്രങ്ങളാക്കി കൊടുത്തിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പിന്നെ അതുപോലെ 31-ാമത്തെ ആയത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾ ആരാധന വേളകളിൽ അല്ലെങ്കിൽ പള്ളിയിലായിരിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? അലങ്കാരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കണം, അല്ലെ. അത് നല്ല വസ്ത്രങ്ങൾ, നമുക്കറിയാം അല്ലാഹു സുബ്ഹാനഹു വതആല നമസ്കാര വേളയിൽ അല്ലെങ്കിൽ പള്ളിയിൽ പോകുന്ന സമയത്തൊക്കെ നല്ല വസ്ത്രങ്ങൾ ധരിക്കാൻ നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുണ്ട്. അതേ സമയത്ത് പിന്നെ അതുപോലെ തന്നെ കുലു വഷ്റബു വലാ തുസ്രിഫു, അല്ലെ, അതായത് നിങ്ങൾ കുടിക്കുകയും തിന്നുകയൊക്കെ ചെയ്തോളൂ, പക്ഷെ ഒരിക്കലും നിങ്ങൾ ദുർവ്യയം ചെയ്യരുത്, അല്ലെ. അനാവശ്യമായിട്ട് ഈ പറഞ്ഞ പോലെ ഹലാലാണെന്ന് കരുതിയിട്ട് എല്ലാം അധികമായ രീതിയിൽ കഴിക്കരുത്. അതുപോലെ വെള്ളമാവട്ടെ ഭക്ഷണമാവട്ടെ എല്ലാം മിതമായിട്ട് നിങ്ങൾ ഉപയോഗിക്കണം, അല്ലെ. വലാ തുസ്രിഫു എന്നുള്ള പറയുന്നുണ്ട്. ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അല്ലെ, അല്ലാഹു സുബ്ഹാനഹു വതആല ഒരിക്കലും ദുർവ്യയം ചെയ്യുന്നവരെ ഇഷ്ടപ്പെടില്ല. അതും കൂടി പറയുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് ആര് അല്ലാഹു സുബ്ഹാനഹു വതആല ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ച് തള്ളിയോ അവയുടെ നേരെ അഹങ്കാരം നടിക്കുകയോ ചെയ്തോ അവരാണ് നരകത്തിന്റെ അവകാശികൾ, അല്ലെങ്കിൽ അവകാശികളിൽ എന്ന് 36-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് 44-ാമത്തെ ആയത്തിലാണ് പറയുന്നത്, 44 അല്ല 46-ാമത്തെ ആയത്തിലാണ് അറാഫിനെ കുറിച്ച് പറയുന്നത്, അല്ലെ. സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ ഒരു തടസ്സം ഉണ്ടായിരിക്കും, ആ ഉന്നത സ്ഥലങ്ങളിൽ ചില ആളുകളും ഉണ്ടാവും. അപ്പൊ നമുക്കറിയാം നന്മ ചെയ്തു കഴിഞ്ഞാല് സ്വർഗത്തിലേക്കാണ് പോവുക, അല്ലെ. നന്മയുടെ തുലസാണ് തൂങ്ങുന്നതെങ്കിൽ, കൂടുതൽ കനം തൂങ്ങുന്നെങ്കിൽ അവര് എന്തായാലും സ്വർഗത്തിലേക്ക് പോകും. അതേ സമയത്ത് തിന്മയുടെ തുലാസാണ് കുറച്ച് തൂങ്ങുന്നതെങ്കിൽ എന്തായാലും അവരെന്ത് ചെയ്യും? നരകത്തിലേക്കും പോകും. ഇത് രണ്ടും സമമാവുകയാണെങ്കിലോ അവരായിരിക്കും അറാഫിന്റെ ആളുകൾ, അല്ലെ. അവർക്ക് അവിടെ സ്വർഗത്തിലേക്ക് അവർ പോയിട്ടുണ്ടാവില്ല, നരകത്തിലേക്കും പോയിട്ടുണ്ടാവില്ല, അല്ലെ. അപ്പൊ അവര് സ്വർഗാവകാശങ്ങളെ നോക്കിയിട്ട് അവര് പറയും, എന്താ, നിങ്ങൾക്ക് സമാധാനം ഉണ്ടായിരിക്കട്ടെ, അവർ സലാം പറയും. അതേ സമയത്ത് അവര് നരകാവകാശികളുടെ മുന്നിലേക്ക് നോക്കുമ്പോൾ അവര് പേടിയോ? അവര് പറയുന്ന അവര് പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ലെ, ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളെ നീ ഈ അക്രമികളായിട്ടുള്ള ജനതയുടെ, അല്ലെ, ജനങ്ങളുടെ കൂട്ടത്തിലാക്കരുതേ എന്ന് അവര് പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ അവർ ചോദിക്കുന്നുണ്ട്, ചില ആളുകളെ വിളിച്ചുകൊണ്ട് അവർ പറയും, നിങ്ങൾ ശേഖരിച്ചിരുന്നത്, നിങ്ങൾ അഹങ്കരിച്ചിരുന്നത് നിങ്ങൾക്ക് എന്ത് പ്രയോജനമാണ് ചെയ്തത്? ഇക്കൂട്ടരെ പറ്റിയാണ് അള്ളാഹു അവർക്കൊരു കാരുണ്യം നൽകില്ല നിങ്ങൾ പറഞ്ഞത്, അത് സ്വർഗത്തിലെ ആളുകളോട്. എന്നാൽ അവരാണല്ലോ ഇപ്പൊ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊണ്ട്, അല്ലെ, അവർക്ക് യാതൊരു ഭയപ്പെട വേണ്ട, അതുപോലെ അവര് ദുഃഖിക്കേണ്ടി വരില്ല. അപ്പൊ
അറാഫിലെ ആളുകൾ അല്ലെ, അത് വല്ലാത്തൊരു അവസ്ഥയാണ്. അവർ സ്വർഗത്തിലേക്കും പോയിട്ടില്ല, പക്ഷെ നരകത്തിലേക്കും പോയിട്ടില്ല അല്ലെ. പക്ഷെ അവരിലെ ആ പ്രകാശം നമുക്കറിയാം, വിശ്വാസികൾക്ക് ലാസ്റ്റ് ഒരു അള്ളാഹു സുബ്ഹാനഹു വ തആല നൂറ് കൊടുക്കുന്നുണ്ട് അല്ലെ. ആ ഒരു പ്രകാശം അവർക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അവസാനം അവര് സ്വർഗത്തിൽ തന്നെ പ്രവേശിക്കുമെന്നും പറയുന്നുണ്ട്. അള്ളാഹു. പിന്നെ അതുപോലെ സത്യനിഷേധികളായിട്ടുള്ള ആളുകള് അവര് നരകാവകാശികൾ അവരെന്ത് ചെയ്യുന്നത്, സ്വർഗാവകാശികളെ നോക്കി പറയും, ഞങ്ങൾക്ക് അല്പം വെള്ളമോ അല്ലെങ്കിൽ കുറച്ച് അല്ല നൽകിയിട്ടുള്ള ഉപജീവനോ കുറച്ച് അല്ലെ ഭക്ഷണമോ അല്ലെങ്കിൽ വെള്ളമോ ഞങ്ങൾക്ക് തരുമോ എന്ന് ചോദിക്കുമ്പോൾ അവരെന്താ, അവർക്ക് രണ്ടും വിലക്കിയിട്ടുള്ള അല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും അത് അവരുടെ ആ ഒരു ആവശ്യം പൂർത്തീകരിച്ചു കൊടുക്കൂല. പിന്നെ കാരണം എന്താ, നാല് കാരണമല്ല, അതിന്റെ കാരണമാണ് 51-ാമത്തെ ആയത്തിൽ പറയുന്നത്. തങ്ങളുടെ മതത്തെ വിനോദവും കളിയാക്കി തീർത്തതാണ് അല്ലെ. തങ്ങളെ മതത്തിനെ പരിഹസിച്ചും പിന്നെ വിനോദവും വിനോദവും പിന്നെ അതേപോലെ പരിഹസിച്ചവരാണ് മതത്തെ. രണ്ടാമത് എന്താ റീസൺ പറയുന്നത്, ഐഹിക ജീവിതം കൊണ്ട് അവര് വഞ്ചിതരായത് അല്ലെ. ഈ ഒരു ജീവിതം മാത്രമേ ഉള്ളൂ, നാളെ പരലോകം ഉണ്ടാവൂല. പിന്നെ ഈ ഒരു ജീവിതത്തിൽ അവര് അർമാദിച്ച് നടന്നവരാണ് അവര്. മൂന്നാമത്തെ റീസൺ ആയിട്ട് പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുമെന്ന കാര്യം അവര് മറന്നു കളഞ്ഞു. നാലാമത്തെ റീസൺ പറയുന്നത് നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ അവര് നിഷേധിച്ചു കളഞ്ഞു അല്ലെ. ഈ 4 കാരണങ്ങളാണ് എന്താണ് അവർക്ക് നരകത്തിലെ ആയി തീരാൻ കാരണം റബ്ബ് പറയുന്നത്. ഒന്ന്, മതത്തെ കളിയാക്കി. പിന്നെ 2, ഐഹിക ജീവിതത്തിൽ മാത്രം അല്ലെ, ഇത് മാത്രമേ ഉള്ളൂ ജീവിതം എന്ന് കരുതി അതിൽ മാത്രം വഞ്ചിതരായി, അത് ഐഹിക ജീവിതത്തിൽ മുഴുകി. രണ്ടാമത്, ഈ ദിവസത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന വിഷയത്തിൽ അവര് മറന്നുപോയി. ഇങ്ങനെ നാലാമത്തെ കാര്യം പറയുന്നത് അള്ളാഹു സുബ്ഹാനഹു വ തആല ദൃഷ്ടാന്തങ്ങൾ അവര് നിഷേധിച്ച് തള്ളി. പിന്നെ ഇനി പ്രവാചകന്മാരുടെ വിഷയങ്ങൾ പറയുന്നുണ്ട് അല്ലെ. അതായത് അതിനിടയിൽ 54-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, നിങ്ങളുടെ രക്ഷിതാവ് 6 ദിവസങ്ങളായിട്ട് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചവരാണ്, എന്നിട്ട് അവൻ സിംഹാസനത്തിന് ആരോഹണം ചെയ്തു. പിന്നെ രാത്രിയെ കൊണ്ട് അവൻ പകലിനെ മൂടുന്നു. അതുപോലെ സൂര്യനെയും ചന്ദ്രന്റെയും കാര്യങ്ങളൊക്കെ റബ്ബ് അവിടെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ 55-ാമത്തെ ആയത്തില് താഴ്മയോടുകൂടിയും രഹസ്യമായിക്കൊണ്ടും നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നുണ്ട് അല്ലെ. പിന്നെ പരിധി വിട്ടുപോകുന്നവരെ അള്ളാഹു ഒരിക്കലും ഇഷ്ടപ്പെടുകയില്ല. അതുപോലെ ഹൗഫൻ താഴ്മ എന്നുള്ള ഒരു പറയുന്നില്ല, പ്രതീക്ഷയോടുകൂടി ഭയത്തോടു കൂടി നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ പ്രാർത്ഥിക്കുക പറയുന്നത്. അപ്പൊ നമുക്കറിയാം, വെറും പ്രതീക്ഷ മാത്രമാണെങ്കിൽ അവിടെ നമുക്ക് എന്താ, റബ്ബ് എന്ത് ചെയ്താലും പുറത്തു തരുന്നുള്ള ഒരു ഇതായിരിക്കും അല്ലെ. അപ്പൊ എന്ത് ചെയ്താലും റബ്ബ് പുറത്തു തരുമല്ലോ, റബ്ബ് കാരുണ്യവാനാണല്ലോ, റബ്ബ് എനിക്ക് പുറത്തു തരുന്നുള്ള മാത്രമായിരിക്കും. അതേസമയത്ത് പേടി മാത്രമാണെങ്കിലോ അതൊന്നും നല്ലതല്ല അല്ലെ. നമ്മള് അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് നിങ്ങൾ നല്ല രീതിയിൽ റബ്ബിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം എന്ന് പറയുന്നുണ്ടല്ലോ. നിങ്ങളെ ചിന്ത പോലെ ആയിരിക്കും അല്ലെ റബ്ബ് നിങ്ങളോടുള്ള ആ ഒരു പെരുമാറ്റം ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് പ്രതീക്ഷയും വേണം, അതേപോലെ ഭയവും വേണം. രണ്ടും ഉണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടക്കൂലേ. ഒരു പക്ഷിയുടെ ചിറക് പോലെ പക്ഷിക്ക് എങ്ങനെയാണോ ഈ ആ ചിറക് കൊണ്ട് സ്മൂത്ത് ആയിട്ട് പറക്കാൻ പറ്റുന്ന പോലെ ഒരു ചിറകിൽ നമ്മൾ ഈ പറഞ്ഞ പോലെ അല്ലെ ഹൗഫും അതേപോലെ ഒരു ചിറകിൽ നമ്മൾ പ്രതീക്ഷ രണ്ടും വേണം അല്ലെ. ഭയവും വേണം, പ്രതീക്ഷയും വേണം, എന്നാലേ ഒരു വിശ്വാസിക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അതുപോലെ 27-ാമത്തെ ആയത്തില് ഒരു ഉപമ പറയുന്നുണ്ട് അല്ലെ. അതായത് അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ ഒരു നിർജീവമായ ഒരു സ്ഥലത്തേക്ക് മഴ അയക്കുകയും അതുമൂലം എല്ലാ കായികനികളെയും കൊണ്ടുവരും. അതുപോലെ തന്നെയാണ് നാം മരണപ്പെട്ടവരെ പുറത്തു കൊണ്ടുവരുന്നത്. നമുക്കറിയാം, ഒരു മഴ മൂലം മരിച്ചു കിടക്കുന്ന ഒരു ഭൂമിയിലേക്ക് അല്ലെ പുതിയൊരു ജീവൻ വരികയാണ്. അതുപോലെ തന്നെയാണ് നിർജീവമായ അവസ്ഥയിൽ നിന്ന് നാം മരണപ്പെട്ടവരെ നാം പുറത്തു കൊണ്ടുവരുന്നത്. പിന്നെ ഇനി പ്രവാചകന്മാരും അവരുടെ ജനതയിലേക്ക് അയക്കപ്പെട്ടതിനെ കുറിച്ചാണ് പറയുന്നത്. ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച്, നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നുണ്ട് 59-ാമത്തെ ആയത്ത് മുതൽ 64-ാമത്തെ ആയത്ത്. എല്ലാ പ്രവാചകന്മാരും അവരോട് എന്താ പറയുന്നേ അറിയോ? യാ ഖൗമി ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കണം. മാലക്കും മിൻ ഇലാഹി ഗൈറുഹു അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നിങ്ങൾ പങ്കു ചേർക്കരുത്, അല്ലെങ്കിൽ അള്ളാഹുവിന് പുറമെ നിങ്ങൾ വേറെ ഒരു ഇലാഹിനെ സ്വീകരിക്കരുത്. പിന്നെ അതുപോലെ ഒരു ഭയങ്കരമായ ഒരു ദിവസത്തെ ശിക്ഷ നിങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അല്ലെ. ആ ഒരു ദിവസത്തെ അന്ത്യ ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. ഇത് തന്നെയാണ് എല്ലാ പ്രവാചകന്മാരും അവരുടെ ജനതയിലേക്ക് പറഞ്ഞത്. പക്ഷെ അവരുടെ മറുപടി എന്തായിരുന്നു? അവര് പറഞ്ഞു അല്ലെ, നീ വ്യക്തമായ വലാലത്തിലാണ് ഇത് നൂഹ് നബി അലൈഹി സ്വലാമിന്റെ തന്റെ ജനത പറഞ്ഞത്. പിന്നെ അതേപോലെ ഹൂദ് നബിയോട് പറയും, നീ വിഡ്ഢിത്തരമാണ് പറയുന്നത്. എല്ലാവരോടും അല്ലെ മജ്നൂനാണ്, പിന്നെ സാഹിറാണെന്നുള്ള രീതിയിലാണ് അവര് തിരിച്ച്
പെരുമാറുന്നത്. ഹൂദ് നബി അലൈഹി സ്വലാമിന്റെ ഹൂദ് നബി അലൈഹി സ്വലാം തന്റെ ജനതയോട് പറഞ്ഞ കാര്യങ്ങൾ 65-ാമത്തെ ആയത്ത് മുതൽ 72-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്. അതുപോലെ സ്വാലിഹ് നബി പറയുന്നത് 73 മുതൽ 79 നമുക്ക് കാണാം. ലൂത്ത് നബി അലൈഹി സ്വലാം തന്റെ ജനങ്ങളോട് പറയുന്നതായിട്ടും അവരുടെ തിരിച്ചുള്ള മറുപടിയും 80 മുതൽ 84-ാമത്തെ ആയത്ത് നമുക്ക് കാണാൻ സാധിക്കും. അതേപോലെ ഷുഹൈബ് നബി അലൈഹി സ്വലാം 85-87 ആയത്തിലൊക്കെ എന്താ അവരോട് പറയുന്നതായിട്ടില്ലേ. അതേപോലെ അവരുടെ തിരിച്ചുള്ള റിപ്ലൈ നമുക്കറിയാലേ, ഷുഹൈബ് നബി അലൈഹി സ്വലാമിന്റെ ജനത ചെയ്തത് എന്താ, ഈ പറഞ്ഞ പോലെ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചു. പിന്നെ ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ജനത എന്താ കാണിച്ചത് അല്ലെ, അവര് പ്രകൃതി വിരുദ്ധമായിട്ടുള്ള അല്ലെ അവരുടെ എന്താ, നിങ്ങളെ സ്ത്രീകളെ വിവാഹം ചെയ്തതിന് പറയുന്ന പുരുഷന്മാരെ അല്ലെ വിവാഹം ചെയ്തു. അപ്പം അതാണ് ലൂത്ത് നബി അലൈഹി സ്വലാമിന്റെ ജനത ചെയ്തിട്ടുള്ളത്. പിന്നെ സ്വാലിഹ് നബിയുടെ ഒട്ടകത്തെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒട്ടകത്തെ നിങ്ങൾ അന്യായമായിട്ട് അതിനെ ഒന്നും ചെയ്യരുത് പറഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, സ്വാലിഹ് നബി അലൈഹി സ്വലാമിന്റെ ഒട്ടകത്തെ കൊന്നു അല്ലെ. അതുപോലെ വല്ല ബാക്കിയെല്ലാം പ്രവാചകന്മാര്. അപ്പൊ ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എന്തിനു വേണ്ടിയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ. ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഒരു ആശ്വാസ രൂപേണയാണ് റബ്ബ് എല്ലാ പ്രവാചകന്മാരും മുൻകഴിഞ്ഞിട്ടുള്ള എല്ലാ പ്രവാചകന്മാരുടെയും ചരിത്രം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആശ്വാസ രൂപേണ അല്ലെ. നീ വിഷമിക്കേണ്ട കേട്ടോ, ഇതേപോലെ തന്നെയാണ് മുൻപും നടന്നിട്ടുള്ളത്. ഇതുപോലെ തന്നെയായിരുന്നു അവരുടെ മറുപടി അല്ലെ. തങ്ങളുടെ പ്രവാചകന്മാരെ അവര് ട്രീറ്റ് ചെയ്തത് ഇതുപോലെയൊക്കെ തന്നെയാണ് കേട്ടോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആശ്വസിപ്പിക്കാനായിട്ടാണ് ഈ ഓരോ കഥകളൊക്കെ പറയുന്നത്. പിന്നെ ഇത്രയൊക്കെ തന്നെയാണ് ഈ നമ്മള് 8-ാമത്തെ ജുസിലെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത്. മനസ്സിലായെന്ന് കരുതുന്നു. പിന്നെ അൽഹംദുലില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.